ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് മലയാളത്തിൽ ജോബ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതും വർക്ക് ഫ്രം ഹോമാണ്. നമ്മളെല്ലാവരും അറിയാവുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ജോബാണ് നമ്മുടെ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ നമ്മളെ കോൾ ചെയ്യും. ഇപ്പോൾ നമ്മൾക്കാണെങ്കിലും എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ, ഇപ്പോൾ ഫോൺ വാങ്ങിച്ചാലോ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോഡക്റ്റൊക്കെ വാങ്ങിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അവർ കസ്റ്റമർ സർവീസിലോട്ട് വിളിക്കില്ലേ. അതേപോലെ തന്നെ നമ്മൾ ഒരു കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യണം. അവർക്ക് എന്തെങ്കിലും പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മൾ അതിന് ആൻസർ കൊടുക്കണം. പക്ഷേ ഇവിടെ നമ്മൾ വാഷിംഗ് മെഷീനോ അങ്ങനത്തെ പ്രോഡക്റ്റ് ഒന്നുമില്ല, സോഫ്റ്റ്വെയർ, വെബ്വെയർ അങ്ങനത്തെ സിസ്റ്റമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സർവീസ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. നല്ല ഹൈ സാലറിയാണ് കിട്ടുക. അപ്പോൾ അതുകൂടാതെ നിങ്ങൾക്ക് ഡെയിലി ബോണസും അതുപോലെ തന്നെ കമ്മീഷൻസൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പം താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. റിമോട്ട് ജോബാണ്, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് വർക്ക് ചെയ്യാം. ഇഷ്ടമുള്ള സമയത്തെന്ന് വെച്ചാൽ ഡേ ഷിഫ്റ്റാണ്. നമ്മൾ നോർമലി ഓഫീസ് ടൈം എങ്ങനെയാണോ അതിനനുസരിച്ച് ഇപ്പോൾ കോൾ എപ്പോൾ വരുമോ അപ്പോഴൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരുമായിരിക്കും കേട്ടോ. അതാണല്ലോ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. പക്ഷേ രാത്രിയിലൊന്നും എടുക്കേണ്ടി വരത്തില്ല, രാവിലെയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ജോബ് വേക്കൻസിയാണ്. അപ്പോൾ ഞാൻ ജോബിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കമൻറ്റ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്, തൃശ്ശൂർ, കേരള. അപ്പം നമ്മളിന്ന് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് കസ്റ്റമർ സർവീസ്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, നമ്മൾ കസ്റ്റമറിന് വേണ്ടുന്ന സർവീസുകൾ ചെയ്തു കൊടുക്കുക. അവരിപ്പം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ മലയാളത്തിൽ അവരെന്ത് ചെയ്യണം, അവർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം മന്ത്ലി സാലറി വരിക 10,000-നും 15,000-നും ഇടയ്ക്കാണ്. 10,000-നും 15,000-നും ഇടയ്ക്കാണ് സാലറി കിട്ടുക. ജോബ് ടൈപ്പ് എന്ന് പറയുന്നത് ടെമ്പററി ആയിരിക്കാം, അല്ലെങ്കിൽ കോൺട്രാക്ച്വൽ, അങ്ങനെ ആയിരിക്കും വരിക. ഇതൊരു ഫ്രീലാൻസർ ജോബാണ്, പാർട്ട് ടൈമാണ്, ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം. ഇവിടെ ഡേ ഷിഫ്റ്റാണ് വരിക. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് സെൽഫോൺ വേണം, അതുപോലെ തന്നെ വർക്ക് ഫ്രം ഹോമാണ്, വീട്ടിലിരുന്നാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. വി ആർ ലുക്കിംഗ് ഫോർ എ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ജോയിൻ അവർ ടീം. അപ്പോൾ അവരുടെ ടീമിൽ ജോയിൻ ചെയ്യാനായിട്ട് കസ്റ്റമർ സർവീസുകാരെ ആവശ്യമുണ്ട്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ക്ലയൻറ്റ് റിലേഷൻ ആൻഡ് മാർക്കറ്റ് ഓറിയൻറ്റഡ് വെയർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ഷുഡ് ഡു ഔട്ട് ബൗണ്ട് കോൾസ് ടു പൊട്ടൻഷ്യൽ പ്രോസ്പെക്റ്റീവ്സ് കസ്റ്റമേഴ്സ് ആൻഡ് ഗെറ്റ് ദെയർ റിക്വയർമെൻറ്റ് ഓഫ് ഫോർ സോഫ്റ്റ്വെയർ, വെബ്വെയർ ആൻഡ് വെയർ സർവീസസ് ആൻഡ് സൊല്യൂഷൻസ്. അപ്പം നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളെ എന്ത് ചെയ്യും, കോൾ ചെയ്യും. അവർക്ക് എന്തെങ്കിലും സർവീസുകൾ ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളുടെ പേരാണ് അവർ കൊടുത്തിരിക്കുന്നത്. സോഫ്റ്റ്വെയർ, വെബ്വെയർ അങ്ങനത്തെ സർവീസാണ് ഇവർ റിക്വയർ ചെയ്യുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ കസ്റ്റമേഴ്സിനുണ്ടെങ്കിൽ കസ്റ്റമർ നമ്മളെ വിളിക്കും. അല്ലെങ്കിൽ പ്രോഡക്റ്റ് വേണം അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങൾക്കുമൊക്കെ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, നമ്മളെ വിളിക്കും. അപ്പോൾ ആ കസ്റ്റമേഴ്സ് വിളിക്കുമ്പോൾ നമ്മൾ അവർ ചോദിക്കുന്ന അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കുക, അവരുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് സൊല്യൂഷൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ്. ജസ്റ്റ് നമ്മൾ അവരുമായിട്ട് ക്ലയൻറ്റുമായിട്ട് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാൻഡിഡേറ്റ് ഷുഡ് ബി ഫ്ലുവൻറ്റ് ഇൻ മലയാളം. അപ്പം കാൻഡിഡേറ്റ് എപ്പോഴും എന്തായിരിക്കണം, ഫ്ലുവൻ്റ് ആയിരിക്കണം, മലയാളത്തിൽ ഫ്ലുവൻ്റ് ആയിരിക്കണം. എബിലിറ്റി ടു മേക്ക് ഹൈ വോളിയം കോൾസ് എഫിലിയേറ്റ് ഡയറക്റ്റ്ലി ബൈ സൂപ്പർവൈസർ. അപ്പോൾ നമ്മൾ എന്തായിരിക്കണം, വോളിയം കോൾസ്, ഒരുപാട് കോൾസ് ഒക്കെ വരും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും വേണ്ടുന്ന സൂപ്പർവൈസ് എടുക്കുകയും വേണം. വർക്കിംഗ് ടൈം, ഫ്ലെക്സിബിൾ ഓഫീസ് ടൈം. അപ്പോൾ നമുക്ക് നോർമലി ഓഫീസ് ടൈം അതിന് ആ ഒരു ഇതായിരിക്കും വരിക. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ സാലറി എന്ന് പറയുന്നത് സാലറി വിൽ ബി 60 to 40% എന്ന് വെച്ചാൽ 60% ഫിക്സഡ് സാലറി ആയിരിക്കും. അതുപോലെ തന്നെ 40% നമ്മുടെ പെർഫോമൻസും അതുപോലെ തന്നെ നമ്മൾ അച്ചീവ്മെൻറ്റ് അതിനെ ബേസ് ആയിരിക്കും 40% നമുക്ക് സാലറി വരിക. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കൂടാതെയുള്ള പേയ്മെൻ്റ് എന്ന് പറയുന്നത് കമ്മീഷൻ പേയ്മെൻറ്റും ഉണ്ട്, പെർഫോമൻസിനനുസരിച്ചുള്ള ബോണസും പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആപ്ലിക്കേഷന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബേസിൽ വരിക ലൊക്കേഷൻ, എക്സ്പെക്റ്റഡ് സാലറി, ഹൗ മെനി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് കസ്റ്റമർ സർവീസ് ടെല്ലിംഗ് ഓൾ, ലാസ്റ്റ് സാലറി ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ജോബ് ആൻഡ് ഓർഗനൈസേഷൻ വർക്ക്. അപ്പം നമ്മൾ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യുമ്പോഴത്തേക്കിനും
ഇതൊക്കെ കൂടി നമ്മൾ എന്ത് ചെയ്തിരിക്കണം, സെൻഡ് ചെയ്തിരിക്കണം. ലൊക്കേഷൻ സെൻഡ് ചെയ്യണം, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സാലറി എത്രയാണെന്ന് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ്, ഈ കസ്റ്റമറുമായിട്ടുള്ള ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുക. അതുപോലെ തന്നെ ലാസ്റ്റ് സാലറി നമ്മൾ എത്രയാണോ വാങ്ങിച്ചത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കണം. അങ്ങനെയാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ലൊക്കേഷൻ വരിക തൃശ്ശൂർ, കേരളയാണ് വരിക. അപ്പോൾ നിങ്ങൾ വർക്ക് ഫ്രം ആണ്, വീട്ടിലിരുന്ന് ചെയ്താൽ മതി. അപ്പോൾ താല്പര്യമുള്ളത് അപ്ലൈ നൗ എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇൻഡീഡ് എന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആ ഒരു ജോബിൻ്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ജോബിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം അപ്ലൈ ചെയ്ത് നിങ്ങൾ പോകുന്നതിന് മുന്നേ നിങ്ങളുടേതായ രീതിയിൽ അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.